ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു വീക്കെൻഡ് ക്ലീനിങ് കേട്ടോ, അതായത് ഡീപ്പ് ക്ലീനിങ് ഷെയർ ചെയ്യുന്നുണ്ട്. കിച്ചണിൽ കബോർഡ് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തേത് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഡ്ഡലിയൊക്കെ സോഫ്റ്റ് ഇഡ്ഡലി ഇട്ടാനുള്ള ടിപ്സാണ് അതിൻ്റെ അത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ സോസ് പാൻ്റെ അത് പീസ് ഉണ്ടാക്കിയിരുന്നത്, അത് പിന്നെ ലഞ്ചിൻ്റെ കുറച്ച് റെസിപ്പീസ്, ഈസി ആയിട്ടുണ്ടാകുന്ന രസം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പഠിക്കാനിരുന്നു കുറച്ച് നേരം. ആ ഒരു ദിവസം ആ ഒരു പഠിപ്പ് മാത്രം നടന്നുള്ളൂ. പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠിത്തമാണ് എൻ്റെ. ഇപ്പോൾ സമയമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ പഠിച്ചിട്ടിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിച്ച് തീർത്ത് നമുക്കെന്താ എക്സാം എഴുതി അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു എക്സാമിൻ്റെ ടൈം അടുക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് വലിച്ച് നീട്ടി പഠിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അടുക്കളയിലെ പണിയൊക്കെ, അതായത് കുക്കിംഗ് എങ്കിലും അറ്റ്ലീസ്റ്റ് കഴിച്ച് വെക്കണമായിരുന്നു. അപ്പോൾ വേഗം ഞാൻ അതിന് വേണ്ടിയിട്ട് കയറി. അപ്പോൾ എനിക്ക് ഇഡ്ഡലിയാണ് ഞാൻ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാങ്ങുന്ന ഉഴുന്ന് നല്ല ക്വാളിറ്റി ഉഴുന്നാവാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഈ പെട്ടിപ്പഴക്കം വന്നപ്പോൾ കുറേ നാളൊക്കെ ഇരുന്ന ഉഴുന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ശരിയാവില്ല. പ്രത്യേകിച്ച് സപ്ലൈക്കോ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉഴുന്ന് വെച്ചുണ്ടാക്കിയാൽ അത്ര ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഇത് എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഉഴുന്ന് വാങ്ങലാണ്. പച്ചരി അതുപോലെ തന്നെയാണ്, നല്ല ക്വാളിറ്റി ആയിരിക്കണം സംഭവം. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റാണ്. ഉഴുന്ന് ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇരട്ടി, അതായത് 2 കപ്പ് അരിപ്പൊടി എടുക്കും. അതുപോലെ തന്നെ ആ ഒരു കപ്പ് ഉഴുന്ന് എന്തോരാണ് എടുത്താൽ അത്ര തന്നെ ചോറും, ഈ 3 സംഭവങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മാവാട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉഴുന്നിന് മേലെ കണ്ണം വെള്ളം, അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഉഴുന്ന് പൊങ്ങി വരും. അപ്പോഴും ആ ഉഴുന്നിന് നേരെ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിക്കും. എന്നിട്ട് ആ വെള്ളം എടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. സോ ഈ ഉഴുന്നും ചോറും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്നത്. അപ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടും. തരി ഇല്ലാണ്ട് അരച്ച് എടുക്കണം. നമ്മൾ ഇങ്ങനെ അരക്കുമ്പോൾ നിർത്തി അരക്കണം, അല്ലെങ്കിൽ നമ്മുടെ മിക്സി പെട്ടെന്ന് ഓഫായി പോകും. അപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ടിപ്സൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഇതൊക്കെ അറിയാവുന്നവരുണ്ടാവും. അപ്പോൾ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിൽ എനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കുമായിരുന്നു, ആദ്യമൊക്കെ പറ്റുന്നില്ല, എന്താ ഇങ്ങനെ എൻ്റെ ഇഡ്ഡലി ശരിയാവത്തെന്ന് വിചാരിക്കുമായിരുന്നു. സോ ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്ത പിന്നെയാണ് ഒരു 2 ദിവസത്തേക്കുള്ള മാവ് ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കും. അപ്പോൾ നല്ല ഇഡ്ഡലിയായിട്ട് എനിക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഒരു കാര്യം, ഫെർമെൻറ്റേഷൻ്റെ ടൈമാണ്. ഞാനൊരു 9:30 രാവിലെ ഇടും. നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ടാണ് പറയുന്നത്, അത്യാവശ്യം ചൂടും ഇതൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഒരു 9:30 ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5:30 സമയമാകുമ്പോഴത്തേക്കും ആണ് അരച്ചെടുക്കുന്നത്. ആ സമയത്ത് അരിപ്പൊടി വെള്ളത്തിൽ ഇട്ടൊന്ന് ഈ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുതിർത്തെടുക്കും. അതിൻ്റെ മേലേക്കാണ് ഈ ഉഴുന്ന് അരച്ചതും ഇതൊക്കെ കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. കൈ തന്നെ യൂസ് ചെയ്യണം, കയ്യിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഫെർമെൻറ്റേഷൻ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊങ്ങാനായിട്ട്, അതായത് മാവ് പൊങ്ങി വരാനായിട്ട് എടുക്കുന്ന സമയം ഞാൻ 5:30 മുതൽ പിറ്റേ ദിവസം രാവിലെ നമുക്കൊരു രാവിലെ 5:30 വരെ, ആ ഒരു സമയം വരെ വെച്ചാൽ മതി. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും മാവ് കേട്ടോ. അതായത് ഒരു മാക്സിമം 8 മണിക്കൂർ കേട്ടോ ഉഴുന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ഒരുപാട് നേരം നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ടാൽ ഒരു സ്മെല്ല് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചരി ഇടുന്നവരുണ്ട്, ഉലുവ ഇടുന്നവരുണ്ട്. ഞാനിതൊന്നും ചെയ്യാറില്ല. ഉഴുന്ന്, ചോറ്, അരിപ്പൊടി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഉഴുന്നാണ് ബേസ്, ഉഴുന്നിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ ബേസ്. പിന്നെ അടുത്തത്, നമ്മൾ മാവ് എടുക്കുമ്പോൾ മാറ്റി വെക്കണം. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ മാറ്റി വെച്ചതിന് ശേഷം അതിനകത്തേക്ക്, കാരണം ഉപ്പും സോഡാപ്പൊടി ഇട്ട കല്ലച്ചുവെന്ന് എൻ്റെ മദറിലോ പറയാറുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഉപ്പും സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടതിന് മാത്രം ഉപ്പും സോഡാപ്പൊടി ഇടും. മറ്റേത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കലാണ് പതിവ്. പിന്നെ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ സമയത്ത് നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ ഇതിന് മുമ്പ് എനിക്ക് പറഞ്ഞു തന്നതാണ്, നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അകത്ത് വെക്കരുത്, സ്റ്റീൽ പാത്രത്തിൽ വെക്കണം. കുറച്ച് നല്ല കുഴിയുള്ള വലിയ പാത്രത്തിൽ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പൊങ്ങിയിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ഒന്ന് ശ്രദ്ധിക്കുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുകയാണ്. ഇതൊക്കെ മിക്കവരും ഈ ചെറിയ സില്ലി ആയിട്ടുള്ള ടിപ്സ് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അലൂമിനിയത്തിൻ്റെ പാത്രമാണ്. എനിക്ക് അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഒരു പാത്രം. സ്റ്റീലിൻ്റെ കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഒക്കെ പറയാണ്. പിന്നെ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പോരും. ഈ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആവി വരില്ലേ, ആവി വന്നു കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം നമുക്ക് അതെടുക്കാൻ പാടുള്ളൂ കേട്ടോ. പുറത്തേക്ക് എടുത്ത ഉടനെ എടുക്കുമ്പോൾ അത് താഴെയൊക്കെ പറ്റി പിടിച്ച പോലെയും വെന്തിട്ടില്ലാത്ത പോലെയൊക്കെ
നമുക്ക് ഫീൽ ചെയ്യും. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നല്ല ഇഡ്ഡലി കിട്ടും, സോഫ്റ്റ് ആയിട്ടുള്ളത്. എനിക്ക് തിരക്കൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ഇതാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ഭംഗി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ചമ്മന്തിയുടെ റെസിപ്പി പെട്ടെന്നൊന്ന് നോക്കാം. 1.5 കപ്പ് തേങ്ങയ്ക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടും, ഒരു പച്ചമുളക് ഇടും, 3-4 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇതാണ് എൻ്റെ ഇത്. പിന്നെ ഉപ്പിട്ട് കൊടുക്കും, നമ്മുടെ ചമ്മന്തിയുടെ കൂട്ട്. എന്നിട്ട് ഇത് അരച്ചെടുക്കും. ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കും, എന്നിട്ട് കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ബെറ്റർ. ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങയൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് ചൂടുവെള്ളം യൂസ് ചെയ്യുക. സോ നല്ല ഫ്രഷ് തേങ്ങയാണെങ്കിലാണ് ആ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ താളിക്കില്ലേ, കടുകും വേപ്പിലയും ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതിൽ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല ഉണക്കമുളക്. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ഓക്കെ, വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിക്കുകയാണെങ്കിൽ കാണാൻ ഇച്ചിരി കൂടി വൃത്തി ഉണ്ടാവും കേട്ടോ ചമ്മന്തിക്ക്. പിന്നെ ആ സെയിം മാവ് വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി എടുത്തതാണ്. ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി തിക്നെസ് കുറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബാറ്ററിന് തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിക്ക് കുറച്ച് വെള്ളം ചേർത്ത്, പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ ബെറ്റർ അതാണ്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. ഹസ്ബൻഡ് ജോലിക്ക് പോയി. പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ക്ലീനിങ് റുട്ടീനിൽ പെട്ട കാര്യമാണ്. ഞാൻ അടുക്കളയുടെ ജനൽ ആഴ്ചയിൽ 2 തവണ തുടയ്ക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ്. എൻ്റെ കിച്ചൻ്റെ ഇതിലൊരു ഇങ്ങനെ ബ്ലാക്ക് കളർ ഇത് ഷെയ്ഡ് പോലെ ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 2 തവണ അത് ക്ലീൻ ചെയ്യും. സോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മക്കൾ എഴുന്നേറ്റ് വന്നത്. അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കലും ചമ്മന്തി ഉണ്ടാക്കലും ഒക്കെ ഈസി ആയിട്ട് നടന്നു. അവരതിന് മുന്നേ എഴുന്നേറ്റ് വന്നാൽ കുറച്ചും കൂടി ഡിലേ ആവട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ബെഡും ഇരിക്കലും വീടിൻ്റെ അകത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കലത്തെ പണിയിലേക്ക് കടന്നു. ചേന ചെറുപയർ മെഴുക്കുവരട്ടി പോലെ, അതായത് അത്ര ചാറ് കൂടുതലായിട്ടല്ല വെക്കുന്നത്, കാരണം രസമാണോ കൂടെ ഉള്ളത്. അതുകൊണ്ട് അപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 8 ചുവന്നുള്ളി, 8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ കൂടി നന്നായിട്ട് അരച്ചെടുക്കും. ഒരു 3 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതും അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി അതെടുത്തിട്ട് വെള്ളത്തിലിട്ടു. സോ നമുക്ക് രസത്തിൻ്റെ റെസിപ്പി നോക്കാം. കടുകും ഉലുവയും വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് വേപ്പിലിടാം, ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചുവന്നുള്ളി, ചെറിയുള്ളി, ഇഞ്ചി അരച്ച് വെച്ചത് ചേർത്ത് അതിൻ്റെ റോ സ്മെല്ല് പോയി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട്, മല്ലിപ്പൊടി ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ സ്മെല്ലൊക്കെ കളഞ്ഞതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ കായല്ല കേട്ടോ ഇടുന്നത്, പകരം സാമ്പാർ പൊടിയാണ് രസത്തിലിടുന്നത്. അപ്പോൾ ഈ പൊടിയൊക്കെ കുറച്ച് അളവ് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഈ തക്കാളിയുടെ റോസ് സ്മെല്ലൊന്ന് മാറണം. 10 മിനിറ്റ് കേട്ടോ, കറക്റ്റ് 10 മിനിറ്റാണ് എടുക്കുക, ചെറിയ ഫ്ലെയിമിൽ വെച്ചാലും. ആ സ്മെല്ലൊക്കെ മാറിക്കഴിയുന്ന സമയത്താണ് ഇതിൻ്റെ അകത്തേക്ക് സാമ്പാർ പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. സോ സാമ്പാർ പൊടിയുടെ ആ ഒരു ക്ലിപ്പ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി രസത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞുതരാം. 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ രസത്തിന് പുളി ഇതാക്കാനായിട്ട് ഇട്ടിരുന്നത്. ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഞാൻ ആ സെയിം ഇത് പിഴിഞ്ഞതിൻ്റെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ചൂടുവെള്ളത്തിൽ ഇട്ടു. അതായത് ഒരു 3 കപ്പോളം ഏകദേശം അത്രയും വെള്ളം വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ വിട്ടുപോയി, മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു കുരുമുളകും സാമ്പാർ പൊടി ഇടുന്ന ക്ലിപ്പ് എനിക്ക് മിസ്സായി പോയിരുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് രണ്ടും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ ഫൈനലി നന്നായിട്ട് തിളച്ച്, അതായത് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും സാമ്പാർ പൊടിയുടെ ഒക്കെ ഇത് ആ പുളിവെള്ളത്തിൻ്റെ കൂടെ പിടിക്കണം. അതുവരെയും ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് മല്ലിച്ചീര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നാൽ അടിപ്പൻ രസം റെഡിയാവും. രസമൊന്നും ഉണ്ടാക്കി എൻ്റെ ശരിയാവില്ലായിരുന്നു ആദ്യങ്ങളിലൊന്നും. സോ ഇപ്പോഴെൻ്റെ റെസിപ്പി ഇതാണ്. ഇനി നമ്മുടെ ചേനയും ചെറുപയറുണ്ട്, അത് നമ്മൾ മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനൊരു കലത്തിലേക്ക് മാറ്റി. ഇനി അതിന് വേണ്ടിയിട്ടുള്ളത് തേങ്ങ, അരപ്പിന് വേണ്ടത് തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്. വെളുത്തുള്ളി ഒരു ചെറിയ 2 കഷ്ണം, ചുവന്ന ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലിടാം, അല്ലെങ്കിൽ താളിക്കുന്ന സമയത്ത് ചുവന്ന ഉള്ളി നിങ്ങൾക്ക് അത് കടുകിൻ്റെ ഒപ്പം താളിച്ച് ചേർത്താലും മതി. അപ്പോൾ ഈ അരപ്പ് നല്ല പേസ്റ്റാക്കി ഇങ്ങനെ എടുത്തിട്ട് അതങ്ങനെ ഇടുകയാണ്. കാരണം നമ്മൾ ഒരുപാട് ലൂസാക്കുന്നില്ല, രസം നല്ല ലൂസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിക്നെസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കറക്റ്റായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറിയൊരു തിള വരുന്ന അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ഓക്കെ ആകും.
സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കടുക്, വേപ്പില, ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട്, ഉണക്കമുളക് തീർന്നിരിക്കണുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് താളിച്ചിട്ട് ഇടാം. ഒപ്പം ഉള്ളിയും കൂടി ഇടുക ചെറുതായിട്ട് തന്നെ. ഞാൻ ഉള്ളി അരച്ചപ്പോൾ ചേർക്കുന്നതിന് പകരം ഇതിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മൂടി വെക്കുക, കടുകിൻ്റെ മണമൊക്കെ ഒന്ന് പിടിക്കാൻ. ഇത് കുറച്ച് പാവക്ക കൊണ്ടാട്ടമാണ്, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ ഇവിടെ, ഹസ്ബൻഡൊന്നും കഴിക്കില്ല. ഇതെനിക്ക് വാപ്പ ഉണ്ടാക്കി തന്നതാണ്. വാപ്പച്ചി അത് കുറേ ദിവസം വെയിലത്തൊക്കെ വെച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇത്, പ്രത്യേകിച്ച് രസത്തിൻ്റെയും ഈ ഒരു കറിയുടെ ഒപ്പം. ഈ ചേന ചെറുപയർ കറി എനിക്ക് കിട്ടിയത് ഞങ്ങളൊരു തവണ മൂന്നാർ പോയപ്പോൾ അവിടെ കാന്തല്ലൂർ എന്ന് പറയും, അവിടെ ഒരു കടയിൽ ഊണ് കഴിക്കാൻ കയറി. നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ വെക്കുന്നതായിരിക്കും, എനിക്ക് ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ട് ഞാനത് വെക്കും. കാണാനൊരു വൃത്തിയൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരിക്കുന്നത് ഓട്സ് കാച്ചിയതാണ്. അത് മോക്ക് ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 11 മണി 11:30 ആകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്ന് ബാക്കിയുള്ള പാത്രം കഴുകലും കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. ഇപ്പോൾ പാത്രം കഴുകി വെച്ചിരിക്കുന്നിടത്ത് നിറഞ്ഞിരിക്കുകയാണ് ഇഡ്ഡലി ചെമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും അത് കഴിഞ്ഞ് ഒരു റെസ്റ്റൊക്കെ എടുത്ത് മോൻ്റെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇരുന്ന് കുറേ നേരം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഇനി ആ ഒരു കുറച്ച് വീഡിയോസാണ് ചെയ്യുന്നത്. ഇത് വേറൊന്നുമല്ല, ഒരു പിസ്സയുടെ റെസിപ്പിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന റെസിപ്പി അന്നത്തെ ദിവസം ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇത് ചിക്കൻ പിസ്സ ചെയ്യുന്നതാണ്. ഇതിൽ സോസ് ഉണ്ടാക്കുന്നതും ആ മാവ് ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടില്ല. അത് നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണല്ലോ യൂട്യൂബിൽ. ഇത് എൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ് എന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. സോ ഞാൻ പിസ്സ സോസ് അന്ന് തന്നെ ഉണ്ടാക്കിയ പിസ്സയാണിത്. അത് കഴിഞ്ഞിട്ട് ഞാനിതെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിസ്സ സോസ് ഉണ്ടായിരുന്നു, ജസ്റ്റ് ആ മാവൊന്ന് കുഴക്കാനുണ്ടായിരുന്നുള്ളൂ. അതും കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പിസ്സയാണ് ഉണ്ടാക്കിയത്. ചിക്കനൊന്നും ഇട്ടില്ല. ബാക്കി വന്ന കുറച്ച് ബെൽ പെപ്പേഴ്സും സവാളയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. സോ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ നന്നായിട്ട് പിസ്സ സോസ് ഇടും, ചീസ് നന്നായി ഇടും. അതിൻ്റെ മേലെ സവാള, യെല്ലോ കളർ ബെൽ പെപ്പറും റെഡ് കളർ ബെൽ പെപ്പറും, പിന്നെ ഒലിവ് ഇടും. പിന്നെ നമ്മുടെ മറ്റേ ഞാൻ ഉണ്ടാക്കിയ പിക്കിൾ ഉണ്ടായിരുന്നല്ലോ, അവോക്കാഡോ പിക്കിൾ, അതിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉണക്കമുളകിൻ്റെ 2 ഉണക്കമുളക് ഇരിപ്പുണ്ടായിരുന്നു. ഫുള്ള് തീർന്നിട്ട് ആ കവറിൻ്റെ അടിയിലുണ്ടായ 2 ഉണക്കമുളകിൻ്റെ ഉള്ളിലത്തെ ആ തരി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ സംഭവത്തിൻ്റെ പേരെന്താ, ഒറിഗാനോ, അതും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചു. വേവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാൻ വെച്ചിട്ട്, നമ്മുടെ ദോശപ്പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സോസ് പാൻ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കറക്റ്റ് 10 മിനിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തലേദിവസത്തെ ചിക്കൻ കറിയിലെ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ചിക്കൻ കുറച്ച് പീസസ് എടുത്തിട്ട് ഒരു പരീക്ഷണാർത്ഥം ഞാൻ ചെയ്തതാണ്. ചിക്കൻ കുറച്ചിട്ട് പിന്നെ നമ്മുടെ ഷീറ്റ് ചീസ് ഉണ്ടായിരുന്നു, അതും എൻ്റെ കയ്യിൽ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഷീറ്റ് ചീസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഈ ഒരു സോസ് പാൻ നമുക്ക് ഡയറക്റ്റായിട്ടും അടുപ്പിൽ വെക്കാട്ടോ. പിന്നെ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് താഴത്തെ ആ ഒരു ദോശയുടെ പാത്രം വെച്ചെന്നുള്ളൂ. ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്, സ്പഞ്ച് റെഡിയാക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രം ഭയങ്കര യൂസ്ഫുള്ളാണ്. ആദ്യം ഇത് കിട്ടിയ സമയത്ത് ഒരു ഗിഫ്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് എന്തിനെടുക്കും, ചായയും പാലും ഒന്നും തിളപ്പിച്ചിട്ട് എനിക്കൊരു തൃപ്തി വരുന്നില്ല. അങ്ങനെയാണ് ഞാനിതിനെ മെയിനായിട്ട് യൂസ് ചെയ്തത്. ഇത് കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്തു, പിന്നെ പിസ്സ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ വലിയ പണിയില്ല. ഓവനിൽ വെക്കുന്നതിനേലും എനിക്കിഷ്ടം കറക്റ്റ് ഇതിങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. സോ ചിക്കനൊക്കെ ഫില്ലായിട്ടുള്ള പിസ്സയാണിത്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ സിമ്പിളായിട്ട് കുറച്ച് ബാക്കി വന്ന വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. എന്തായാലും അതൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഒരു ഫുൾ ബെൽ പെപ്പറൊന്നും ആവശ്യം വരില്ല. മുറിക്കാൻ ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു, പക്ഷെ കഴിച്ചപ്പോൾ അത്ര കട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ, ആ ഒരു ഇത് മീൻസ് അതിൻ്റെ ബേസിന്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് രാത്രി, അത് മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിനിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഫുഡൊക്കെ ഞാൻ കൊടുത്തു നേരത്തെ. എന്നിട്ട് അവർക്ക് വാട്ടർ കളറാണ് എടുത്തു കൊടുത്തത് അന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് അവരെ ബാൽക്കണിയിലേക്ക് ഇരുത്തി, കാരണം ബെഡ്റൂമിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ബെഡ്റൂം വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിനെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് കബോർഡ് ക്ലീൻ ആക്കാനിരുന്നു. വേറെ ഒന്നുമല്ല, കുഞ്ഞുങ്ങളത് എടുത്തിട്ട് പോകും. പാത്രങ്ങളൊക്കെ എടുത്ത് കളിക്കാൻ പോയാൽ പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് അതിൽ നിന്നെല്ലാം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുത്തു ഉള്ളിൽ. ഞാൻ വീട്ടിൽ പോയി വന്നതിന് ശേഷം തൊട്ടുള്ളിൽ കിടക്കുന്നതാണ്. ഇതൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി ആഴ്ചയിൽ നമ്മൾ പാൻട്രിയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കും. പക്ഷേ ഡീപ്പ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഫുള്ള് പുറത്തിറക്കി ക്ലീൻ ചെയ്താൽ മാത്രമാണ് ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്നൊരു ദിവസമായിരുന്നു അത്.
ഇനിയിപ്പോൾ മന്ത് എൻഡ് ആവുകയാണ്. ഇനി പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിയും ഇത് തലയിലിട്ടിട്ട് എനിക്ക് മീൻസ് ഒരു പുതിയ മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ആ കിച്ചണിൽ ഞാൻ ആ കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നേ, അതെടുത്ത് പുറത്തേക്ക് വെച്ചു. കാരണം കുറേ പാത്രങ്ങൾ അതിൻ്റെ അകത്ത് കൊള്ളും അത്യാവശ്യത്തിന് എടുക്കുന്നത്. എന്നിട്ട് അതും ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വെച്ചാൽ മതിയല്ലോ. ഈ നനവ് എത്ര കളഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ചെറിയൊരു ഈർപ്പം നമ്മുടെ പാത്രത്തിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയി വന്ന സമയത്ത് കുറച്ച് പാറ്റകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഹിറ്റൊക്കെ അടിച്ച് അതിനൊക്കെ ശരിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്നാലും പിന്നെയും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാത്രങ്ങൾ എപ്പോഴും യൂസ് ചെയ്തിട്ട് ഉണക്കേണ്ട പാത്രമൊക്കെ എടുത്തിട്ട് ഞാൻ ഈ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം ഇങ്ങനെ ഒന്ന് പോയി നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാഴ്ചയിൽ കുറച്ചൊരു വൃത്തികേടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനുള്ള കംഫർട്ടാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ എന്താ, അപ്പോൾ ഇനി മീൽ പ്ലാനറും മീൽ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ സിസ്റ്റേഴ്സ് വരും ഹസ്ബൻഡിൻ്റെ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്നൊരു മീൽ പ്രിപ്പറേഷനും മീൽ പ്ലാനറൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കിഡ്സ് പ്ലാനർ റിക്വസ്റ്റ് ഉണ്ട്, അത് ഞാൻ ചെയ്യാം. ഞാനിപ്പോൾ നിലവിൽ എൻ്റെ മോനിക്ക് അങ്ങനത്തെ ആ ഒരു പ്ലാനർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയൊരു കുളത്തിലല്ല, അത്രയും വൃത്തികേടായിട്ടാണ് ഞാൻ എഴുതുന്നത്. പെട്ടെന്ന് വാട്സപ്പ് നോക്കി എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു അടിപൊളി പ്ലാനർ സെറ്റാക്കണം എന്നുണ്ട്. പെർഫെക്ഷനിസം എന്ന് തന്നെ പറയാം, അത് തന്നെയാവാം പ്രശ്നം ഇതിങ്ങനെ മാറ്റി വെക്കുന്നതിൻ്റെ. എന്തായാലും അധികം വൈകാതെ കിഡ്സ് പ്ലാനർ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കുന്ന വീഡിയോ, എൻ്റെ റുട്ടീനിലേക്ക് ഞാൻ എത്തിയ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.